പൊന്നാനി നഗരസഭ ഡിജിറ്റൽ മാപ്പിംഗ് സർവേ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നഗരസഭാ പ്രദേശത്ത് ഡ്രോൺ പറന്നു തുടങ്ങി. പൊന്നാനി നഗരസഭയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി വിവിധ പദ്ധതികളും പരിപാടികളും ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിന് വിശദമായ നഗരാസൂത്രണ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയും സർക്കാർ അംഗീകാരം ലഭിച്ചിട്ടുള്ളതുമാണ്. കൂടാതെ കോസ്റ്റൽ റെഗുലേറ്ററി സോൺ CRZ കൂടുതൽ ജനോപകാരപ്രദമാക്കും വിധം ഭേദഗതി ചെയ്ത് വിജ്ഞാപനം ചെയ്തിട്ടുള്ളതുമാണ്. ആയതിന്റെ അടിസ്ഥാനത്തിൽ 1,00,000-ലധികം ജനസംഖ്യയും 51 വാർഡുകളുമുള്ള പൊന്നാനി നഗരസഭാ പ്രദേശത്തെ സമ്പൂർണമായി ഡിജിറ്റൽ മാപ്പിംഗ് നടത്തുകയും സൂക്ഷ്മതലത്തിൽ വിവിധങ്ങളായ ആവശ്യങ്ങൾക്കുള്ള വിശദാംശങ്ങൾ നിരീക്ഷിക്കുന്നതിനും പ്രാപ്തമാക്കുന്ന തരത്തിലാണ് ഡ്രോൺ സർവേ നടത്തുന്നത്. നഗരസഭാ പ്രദേശം പൂർണ്ണമായും തൊട്ടടുത്ത പഞ്ചായത്ത് പ്രദേശങ്ങളിലെ 2 കിലോമീറ്റർ പ്രദേശങ്ങളും സർവേയുടെ പരിധിയിൽ വരുന്ന തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഡ്രോൺ സർവേയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം നിർവഹിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ CRZ-ന്റെ പുതിയ തരത്തിലുള്ള ഭേദഗതിയും അതോടൊപ്പം തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മാസ്റ്റർ പ്ലാനിൻ്റെ കരട് അംഗീകരിച്ച് അത് പൂർണ്ണമായും അത് വിജ്ഞാപനം ചെയ്യപ്പെടുന്ന സാഹചര്യം കൂടിയുണ്ട്. ആ ഒരർത്ഥത്തിൽ പൊന്നാനിയിലെ ഏതാണ്ട് 90,000-ൽ പരം ഏതാണ്ട് 1,00,000-ഓളം വരുന്ന ജനസംഖ്യ ഉൾക്കൊള്ളുന്ന 51 വാർഡുള്ള പൊന്നാനിയിൽ വ്യത്യസ്തമായിട്ടുള്ള ലൊക്കേഷൻ പ്രത്യേകിച്ച് അത് ലൊക്കേറ്റ് ചെയ്ത് ടാർഗറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏതൊരു പ്രദേശത്തെയും ഏതൊരു സ്പോട്ടിനെയും സൂക്ഷ്മതലത്തിൽ പരിശോധിക്കാൻ സാധ്യമാകുന്ന തരത്തിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് കൺവേർഷൻ നടത്തുക എന്നുള്ളതാണ്, മാറ്റുക എന്നതാണ് ഇത്തരത്തിലുള്ള നമ്മുടെ ഡ്രോൺ സർവേയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിലവിലുള്ള ഭൂവിനിയോഗ ഉപയോഗം നമ്മൾ ഏരിയൽ മാപ്പിംഗ് ഡ്രോൺ സർവേ ചെയ്യാനായിട്ട് സർവേ ഓഫ് ഇന്ത്യയാണ് അതിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന സർക്കാർ. സർവേ ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശമനുസരിച്ചിട്ട് കേരളത്തിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ് ഏരിയൽ മാപ്പ്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഏതാണ്ട് 154ഓളം വിശദവിവരങ്ങൾ നമുക്ക് ഈ ഏരിയൽ മാപ്പിങ്ങിലൂടെ നമുക്ക് ലഭിക്കും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മുനിസിപ്പാലിറ്റിയിലുള്ള ഏരിയയിലുള്ള ഭൂവിനിയോഗം, തുറസായ സ്ഥലങ്ങൾ, കെട്ടിടങ്ങൾ, റോഡുകൾ, തോടുകൾ, ജലാശയങ്ങൾ എന്നുള്ളതൊക്കെ നമുക്ക് ഒരു മാപ്പിലേക്ക് നമുക്ക് കിട്ടും. നഗരസഭയുടെ അംഗീകാരത്തോടെ ഡ്രോൺ സർവേ ഒരാഴ്ചക്കാലം നടക്കുന്നതിനാൽ ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്ന് നഗരസഭാ ചെയർമാൻ അറിയിച്ചു. വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ, സ്ഥിരം സമിതി ചെയർമാൻമാരായ രജീഷ് ഉപ്പാല, ഷീന സുദേശൻ, കൗൺസിലർമാരായ ഷാലി പ്രദീപ്, ബിൻസി ഭാസ്കർ, ജില്ലാ ടൗൺ പ്ലാനർ പ്രദീപ് കുമാർ, നഗരസഭാ എഞ്ചിനീയർ അരുൺ പ്രതാപ്, സർവേ പ്രൊജക്ട് എഞ്ചിനീയർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. PGT ന്യൂസ് പൊന്നാനി. 2 പതിറ്റാണ്ടിലധികമായി തിരൂരിന്റെ വസ്ത്രസങ്കല്പങ്ങളിൽ എന്നും പുതുമകൾ നിറച്ച സൻഹ ഫാഷൻ വിഷു ആഘോഷങ്ങളെ വരവേൽക്കാൻ പുതുപുത്തൻ കളക്ഷനുകളുമായി ഒരുങ്ങിക്കഴിഞ്ഞു. വെഡിംഗ് വെയർസ്, പാർട്ടി വെയർസ്, ജെന്റ്സ് വെയർസ്, കിഡ് വെയർസ്, ഡെയിലി വെയർസ് തുടങ്ങിയവയുടെ വൻ ശേഖരമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇനി എല്ലാ ആഘോഷങ്ങളിലും സൻഹയുടെ സ്പർശം തുടിക്കട്ടെ. സൻഹ ഫാഷൻസ് തിരൂർ. സൻഹയിൽ സന്തോഷത്തിന്റെ നാളുകൾ.